കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ മംഗളവനത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കമ്പിവേലിയിൽ തറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. രാവിലെ ഡെസ്കിലെ സിസ്റ്റത്തിൽ ആ വിഷ്വൽ നോക്കുകയായിരുന്നു. എന്താണ് മനസ്സിലാകുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്ന സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മിപത്മ ഇപ്പോൾ കൊച്ചി DCP സുദർശൻ ആണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്, മറ്റു രീതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ലക്ഷ്മിപത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നതും. ഒപ്പം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ജയകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ പരിശോധനയ്ക്കായി രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. ഈ പറയുന്ന ആള് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ എറണാകുളം നഗരത്തിലൂടെ പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. മറ്റൊന്ന് പോലീസ് പറയുന്നത്, ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഹൈക്കോടതി ജംഗ്ഷൻ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇയാളെ കണ്ടിരുന്നു. പോലീസുകാർ ഇയാളെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ മദ്യപിച്ചു തന്നെയായിരിക്കാം ഇവിടെയും എത്തിയതെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അർദ്ധനഗ്നനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഭാഗങ്ങളിലും, കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഇയാളെ കാണുമ്പോൾ. ആരോഗ്യവാനാണ്. ഒപ്പം തന്നെ 40 വയസ്സോളം ഉണ്ടാകുമെന്നുള്ള തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സംശയമാണ് പോലീസിനുള്ളത്. മറ്റൊന്ന് പോലീസ് പറയുന്നത്, ഇദ്ദേഹം ഇപ്പോൾ വസ്ത്രമൊന്നും ധരിക്കാത്ത രീതിയിലാണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം കിടക്കുന്നത്. ആ വസ്ത്രം ധരിക്കാതെ നഗ്നായിക്കൊണ്ട് ആ ഗേറ്റിന് മുകളിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. സാറേ, എന്താ സാറേ ഇതിപ്പോ മനസ്സിലാക്കട്ടെ? അല്ല, എല്ലാം അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അന്വേഷിക്കട്ടെ. ഒന്ന് അന്വേഷിക്കട്ടെ. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് പോലെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏത് രീതിയിലായിരിക്കാം മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് സംശയം പോലീസിന് ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ഗേറ്റിന് മുകളിൽ, അതായത് കമ്പിവേലിയാണ്, കമ്പി തറച്ചിട്ടുള്ള ഒരു ഗേറ്റാണ്, കൂർത്ത മുനകളുള്ള ഒരു ഗേറ്റാണ്. ആ ഗേറ്റിന് മുകളിലാണ് ഈ മൃതദേഹം കിടക്കുന്നത്. അത് എങ്ങനെയാണ്, ഒരുപക്ഷെ അതിൽ കയറിയപ്പോൾ കാല് തന്നെ നിലത്ത് വീണതാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. മറ്റൊന്ന്, ആരെങ്കിലും ഈ കയറുന്ന സമയത്ത് ഇദ്ദേഹത്തെ തള്ളി നിലത്തേക്കിടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ, അക്കാര്യം കൂടി പോലീസ് പരിശോധിക്കും. അതുമല്ല, ആരെങ്കിലും എടുത്ത് ഈ മരണപ്പെട്ട ശേഷം പുറത്തേക്ക് മൃതദേഹം കളയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്. ആ രീതിയിലെല്ലാം തന്നെ പോലീസ് അവരുടെ സംശയം നിലനിൽക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. എന്തായാലും ഇപ്പോൾ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. കൃത്യമായ അന്വേഷണത്തിലൊടുവിൽ മാത്രമേ പോലീസിന് എന്തെങ്കിലും തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ എറണാകുളം സെൻട്രൽ SIയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യക്തി എവിടെ നിന്ന് വന്ന ആളാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പോലീസ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇയാളെ ഹൈക്കോടതി ജംഗ്ഷനിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇയാളെ കണ്ട ആളുകളുണ്ട്. പോലീസുകാർ തന്നെ ഇയാൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ നിന്നും ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ചു മാറ്റേണ്ടതായി വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം അർദ്ധനഗ്നനായിരുന്നു. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും വസ്ത്രങ്ങളൊന്നും ദേഹത്തില്ലാതെയാണ് ആ മൃതദേഹം കിടക്കുന്നത്. ഉണ്ടായിരുന്നത് പാൻ്റായിരുന്നു. ആ പാൻസ് ആ ഭാഗത്ത് തന്നെ, ആ കാണുന്ന ഭാഗത്ത് തന്നെ, പോലീസുകാർ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ആ പാൻസ് നിലത്ത് കിടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് അവിടെ ഊരിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ തൊട്ടടുത്തുള്ളത് CMFRI അടക്കമുള്ള സ്ഥാപനങ്ങൾ ആണ് ഈ തൊട്ടടുത്ത് കാണുന്ന 2 കെട്ടിടങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കാം രാത്രി ഇവിടെ എത്തിയത്? ഈ മംഗളവനം, പ്രത്യേകിച്ചും ആളുകളൊന്നും തന്നെ വരാത്ത ഒരിടം കൂടിയാണ് മംഗളവനം. തൊട്ട് വലതുവശത്തായി കാണുന്നത് മംഗളവനവും ഇടതുവശത്തായി കാണുന്നത് CMFRIയുടെ ഓഫീസുമാണ്. ഈ ഭാഗങ്ങളിലേക്ക് രാത്രി കാലങ്ങളിൽ ആളുകൾ പൊതുവെ വരാറില്ല. പ്രത്യേകിച്ചും ലൈറ്റുകളൊന്നും തന്നെ ഇല്ലാത്ത, വളരെ കുറവ് ലൈറ്റുകൾ മാത്രമുള്ള ഒരിടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഇവിടെ എത്തിപ്പെട്ടത്? ഈ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. അങ്ങനെ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിലുള്ള അപകടമല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള കൊലപാതകമാണെങ്കിൽ അക്കാര്യത്തെക്കുറിച്ചും പോലീസ് പരിശോധിക്കുകയാണ്. ഈ ഗേറ്റിൽ കയറി നിന്നപ്പോൾ ആരെങ്കിലും തള്ളിയിടാൻ ശ്രമിച്ചതാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഗേറ്റിൽ കയറുമ്പോൾ സ്വാഭാവികമായും കാല് തെന്നിപ്പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ വന്നപ്പോൾ ഈ വയറിന്റെ ഈ ഭാഗത്താണ് ഈ പറയുന്ന പോലെ കമ്പി കയറി ഇരിക്കുന്നത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ ഗേറ്റിൽ തൂങ്ങി
തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ കാല് തെന്നിപ്പോയതാണോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ പരിശോധന മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വിധ്വംസ പ്രവർത്തനങ്ങൾ ഏറെ നടക്കുന്ന ഒരിടം കൂടിയാണിത്. മാത്രമല്ല ആളുകൾ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ രാത്രി കാലങ്ങളിൽ ഇവിടെ കൂടി കറങ്ങി നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അക്കാര്യം കൂടി ഒന്ന് പരിശോധിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് പോലീസിനെ, എറണാകുളം സെൻട്രൽ പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നത്. അതും ഈ സ്ഥാപനത്തിലെ വാച്ച്മാൻ അടക്കമുള്ള ആളുകളാണ് ഇക്കാര്യം വിളിച്ച് പോലീസിനോട് പറയുന്നത്. ഇങ്ങനെ ഒരാൾ ഗേറ്റിൽ തൂങ്ങിക്കിടക്കുന്നു, മരണപ്പെട്ടു എന്നുള്ളത് ആദ്യം അവർക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഇതാ കാണുന്നത് പോലെ അവിടെ അങ്ങ് പോലീസുകാരെല്ലാം കൂട്ടമായി നിൽക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ പാന്റ് കിടക്കുന്നുണ്ട്. ആ പാന്റാണ് പോലീസുകാർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ചെരുപ്പുകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. എന്തായാലും പോലീസിന്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ കൊച്ചിയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു മരണം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ലക്ഷ്മി പത്മ. തീർച്ചയായും അത് ആ മൃതദേഹം കണ്ട സ്ഥലം കൂടി വളരെ പ്രത്യേകതയുള്ളതാണ്. കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ മംഗളവനത്തിലാണ് ഇങ്ങനെ ഗേറ്റിൽ തറച്ച നിലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അജ്ഞാത മൃതദേഹം എന്ന് പറയാൻ കഴിയില്ല. ഇയാളെ കഴിഞ്ഞ 1-2 ദിവസങ്ങളായൊക്കെ ഈ കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗത്തും കണ്ടവരുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആളുടെ പേരോ സ്ഥലമോ ഒന്നും തന്നെ പോലീസിന് അറിയില്ല. ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് സഹിൻ ആന്റണി അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.